നമ്മുടെ കേരള PSC ജൂൺ മാസത്തിൽ നടത്തുന്ന പരീക്ഷയുടെ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഇതിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സെക്കൻഡ് സ്റ്റേജിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഈ ഒരു കലണ്ടറിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പോലീസിന്റെ മാത്രം എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് പോലീസിന്റെ മാത്രം നോക്കുകയാണെങ്കിൽ 93 പരീക്ഷകളാണ് പോലീസിന്റെ മാത്രമായിട്ട് നടക്കുന്നത് നമുക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ നമ്മൾ പ്രധാനമായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന റാങ്കിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും എന്നും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പോലീസ് കോൺസ്റ്റബിൾ WCPന്റെ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക് ആണ്, 300 സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് താഴ്ന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ ഫുൾ സിലബസ് അടങ്ങിയത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ PDF മെറ്റീരിയൽ അവൈലബിൾ ആണ്. അതും ഇതിൻ്റെയും പോലീസിൻ്റെയും സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയും സിലബസ് സെയിം ആണ്. പക്ഷേ സ്പെഷ്യൽ ടോപ്പിക്കിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് വേറെ തന്നെ വാങ്ങാം. 300 ചോദ്യങ്ങൾ വേറെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിവിൽ എക്സൈസ് ഓഫീസർ കൂടി നിങ്ങൾ എഴുതുന്നുണ്ട്, തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ഇവിടെ നമ്മുടെ വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ വുമൺ പോലീസ് ബറ്റാലിയൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കേരള പോലീസാണ്, സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ച നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ പരീക്ഷ 20 എല്ലാ പോലീസിൻ്റെയും 20 തന്നെ കേട്ടോ. 20/6/2026 സാറ്റർഡേ ആണ് പരീക്ഷ നടക്കുന്നത്. സോ ഈ ഒരു ഡേറ്റിലാണ് പരീക്ഷ നടക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ അതുപോലെ തന്നെ പരീക്ഷ ഡേറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6/6/2026 അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവുന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൺഫർമേഷൻ കൊടുക്കേണ്ട സമയമാണ്. ഈ ഒരു ഡേറ്റ് വരെ നമുക്ക് പരീക്ഷ എഴുതുന്നുണ്ടെന്നുള്ള കൺഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എത്ര മണിക്കൂറാണ് പരീക്ഷ എന്നുള്ള കാര്യങ്ങളും, പിന്നെ ടോട്ടൽ അപേക്ഷകർ എത്രയാണ്, 1,23,129 പേരാണ് ഇതിന് അപേക്ഷിച്ചതെന്നുള്ള കാര്യം കാണാൻ സാധിക്കും. സോ ഇവിടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1,00,000-ൽ കൂടുതൽ പേര് അപേക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് സിലബസിൽ ലഭിക്കും. ഈ PDF മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഡീറ്റെയിൽസ് ഒക്കെ അവസാനമായിട്ട് പറയാം. നമുക്ക് ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള നോക്കാം. അപ്പോൾ നമ്മുടെ CPO തിരുവനന്തപുരത്തേക്കുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തിരുവനന്തപുരത്തേക്ക് ടോട്ടൽ അപേക്ഷകർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിലബസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഏകദേശം 18,874 പേരാണ്. ഇത് ആൺകുട്ടികളുടേതാണ് കേട്ടോ അപേക്ഷകരായിട്ട് വന്നിട്ടുള്ളത്. അടുത്ത് നമുക്ക് പത്തനംതിട്ട നോക്കാവുന്നതാണ്. അവിടെ വന്നിട്ടുള്ളത് 13,024 പേരാണ് അവിടെ അപേക്ഷകരായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്ക് 9,744 പേരാണ് ഇടുക്കിയിലേക്ക് അപേക്ഷ കൊടുത്തിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. ഇത്ര പേര് തന്നെ കൺഫർമേഷൻ കൊടുക്കണം നിർബന്ധമില്ല. അത് മാത്രമല്ല ഇത്ര പേര് പരീക്ഷ എഴുതാൻ വരണമെന്ന് നിർബന്ധമില്ല. ഇനി എറണാകുളമാണ്, 13,147 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. തൃശ്ശൂരേക്ക് നോക്കുകയാണെങ്കിൽ 12,702 പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം ബറ്റാലിയൻ നമുക്ക് കാണാൻ സാധിക്കും, 18,068 പേരാണ് കൊടുത്തിട്ടുള്ളത്. കാസർഗോഡിലേക്ക് നോക്കുകയാണെങ്കിൽ 11,918 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മുടെ ഹവിൽദാർ പോസ്റ്റാണ് പിന്നീട് വരുന്നത്. ഇത്രയാണ് CPO പോസ്റ്റിലേക്കുള്ളത് അപേക്ഷ എന്ന് പറയുന്നത്. പിന്നെ ഹവിൽദാറിൻ്റെയാണ്. ഹവിൽദാർ ഏതൊക്കെ പോസ്റ്റിലേക്ക് എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട്, സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ നടക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് മൊത്തം 128 പരീക്ഷകളാണ് നടക്കുന്നത്. അതിൽ 93 പരീക്ഷയും പോലീസുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പരീക്ഷയാണെന്നുള്ളതിൽ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് സന്തോഷം നൽകുന്ന കാര്യം തന്നെയായിരിക്കും. സോ ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റിൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രിലിംസിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് പ്രിലിംസ് ആയിരിക്കും നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെ. അതിൻ്റെ ഡേറ്റും ഇവിടെ അനൗൺസ് ചെയ്തതായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. കൺഫർമേഷനൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സിലബസ് നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട്. അപ്പോൾ ഈ PDF നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്, ഈ കലണ്ടർ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ PDF കിട്ടാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ നമ്മൾ വാട്സപ്പ് ചാനൽ താഴെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നവരാണ്, കൂടുതൽ അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നേരെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മുടെ ടീമിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. CPOൻ്റെ 300 ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. ഇതിന് മുമ്പുള്ള പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. എന്തായാലും പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പഠനം നല്ലപോലെ കൊണ്ടുപോകുക. അതുപോലെ തന്നെ നിങ്ങളുടെ കായികക്ഷമതയും കൂടി അതിൻ്റെ കൂടെ ചെറിയ രീതിയിലെങ്കിലും കൊണ്ടുപോകുക. പഠനത്തിനാണ്, PSC ആണ്. അപ്പോൾ നിലവിൽ പഠനത്തിന് കൂടുതൽ മുൻതൂക്കം നൽകണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് പറയാനുള്ളത്.